ഏഷ്യയിലെ വിവിധ റേഡിയോ നിലയങ്ങളിലൂടെ പ്രിൻസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളും ബൈബിൾ പ്രവചനങ്ങളും എന്ന വിഷയത്തിന്റെ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നത് www.divinevoiceofchrist.org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോ മാധ്യമത്തിലൂടെയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നമ്പറുകൾ ദയവായി ശ്രദ്ധിക്കുക. 9494141499 9495446029. ഇരുളുയരും ഈടവഴി ഈടറി വീഴാതി മരുവിൽ ഇരുളുയരും ഈടവഴി ഈടറി വീഴാതി മരുവിൽ ഇടയനാമെന്നേശുണ്ട് ഇടയനാമെന്നേശുണ്ട് ഇരുപുറവും കാവലിനാ. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആ വിഷയം നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഈ എസെക്കിയേൽ പ്രവചനം 35-ാം അധ്യായം നമുക്ക് മടക്കിയെടുക്കാം. എസെക്കിയേൽ 35 നമ്മൾ വായിച്ചതാണല്ലോ. അതിന്റെ 1-ാം വാക്യത്തോടുള്ള ബന്ധത്തിലാണ് നാം ആവർത്തന 2 പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കി. സെയീർ പർവ്വതം എന്ന് പറയുന്നത് ഏശാവിന്റെ വംശമാണ്, അല്ലെങ്കിൽ ആധുനിക അറബികളാണ്. ഇനി ഒന്ന് വായിച്ചാട്ടെ അതിന്റെ 5-ാം വാക്യം. നീ നിത്യവൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യകാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ. എന്നോ വൈരാഗ്യം ഭാവിച്ചെന്ന് പറഞ്ഞ് നിത്യവൈര്യം ഭാവിച്ചു. യു ഹാവ് ഹാർബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി. നീ പുരാതനമായ ഒരു വൈരാഗ്യം നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇസ്രായേൽ മക്കളുടെ ആപത്ത് കാലത്ത്, പ്രത്യേകം നോക്കിയേ, അന്ത്യാകൃത്യകാലമായ. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യാകൃത്യകാലം എന്ന് പറഞ്ഞാൽ. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ഇൻ ദ ടൈം ഓഫ് ദെയർ കലാമിറ്റി, ഇൻ ദ ടൈം ദാറ്റ് ദെയർ ഇനിക്വിറ്റി ഹാസ് ആൻ എൻഡ്. അവരുടെ അകൃത്യങ്ങൾക്കൊരു പരിഹാരം വരുന്ന ദിവസം. ഇസ്രായേലിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുന്ന ദിവസം അല്ലേ? യെസ്. അത് ഭാവിയിൽ വരുന്നതാണോ? ഭാവിയിൽ സംഭവിക്കുന്നു. ഇന്ന് അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല. ഇന്ന് ഇസ്രായേലിന്റെ കയ്യിൽ തോന്നിവാസവും അവരും തെറ്റ് ചെയ്യുന്നുണ്ട്, അവരും അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് മറ്റ് ലോകരാഷ്ട്രങ്ങളെ തന്നെ അവരും അതിക്രമങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ്. അവരിൽ ഏതാണ്ട് പകുതിയോളം നിരീശ്വരന്മാരാണ്. വളരെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ്. യഹോവയായ ദൈവത്തെ അവർ വേണ്ടവണ്ണം അന്വേഷിക്കുന്നില്ല. ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളെ അവർ മാനിക്കുന്നില്ല. ഇവരും മാനസാന്തരപ്പെടേണ്ടി വരുന്നു. എന്നാൽ ഇവർക്കൊരു മാനസാന്തര സമയമുണ്ട്. ഇൻ ദ ടൈം ദിയർ ഇനിക്വിറ്റി ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. അവരുടെ അകൃത്യം അവസാനിക്കുന്ന ദിവസം. കഴിഞ്ഞ ദിവസം ഞാനത് വായിച്ചു കേൾപ്പിച്ചതാണ്. സഖറിയാവ് 12 അവർ കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കുമ്പോൾ ദാവീദ് ഗൃഹത്തിന് ഒരു ശുദ്ധീകരണത്തിന് ഉറവ ദൈവം തുറന്നു കൊടുക്കുന്നത്, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് അല്പം മുമ്പ്, ക്രിസ്തു വരുന്നതിനുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങൾ പീഡിപ്പിക്കുന്ന ആ കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. അവരുടെ അന്ത്യാകൃത്യകാലം എന്ന് പറഞ്ഞാൽ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുന്ന ദിവസം. അന്ന് നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? നീ പുരാതനമായ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നു. അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ലോകത്തിൽ പലർക്കും പലരോടും വൈരാഗ്യമുണ്ട്, കുടുംബങ്ങൾക്ക് മാത്രമല്ല, അയൽവക്കക്കാർക്ക്. എന്നാൽ ദൈവം പറയുന്നു നീ പുരാതനമായ വൈരാഗ്യം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ദൗ ഹാസ് ഹാർബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി. ഏതാണ്ട് 4000 വർഷം പഴക്കമുള്ള ഒരു വൈരാഗ്യം. അങ്ങനെ അത്രയും നീണ്ടു നിന്നൊരു വൈരാഗ്യം കേട്ടിട്ടുണ്ടോ? നിത്യവൈരാഗ്യം എന്ന് പറഞ്ഞൊരു വൈരാഗ്യം കേട്ടിട്ടില്ല. 4000 വർഷം പഴക്കമുള്ള. അപ്പൊ ചോദിച്ചേക്കാം, ഇത് എവിടെ തുടങ്ങി? എവിടെയാ തുടങ്ങിയത്? അബ്രഹാമിന്റെ കൂടാരത്തിൽ ആരംഭിച്ചു. ബൈബിളിൽ ആ ചരിത്രം പറയും. 2 ബാലന്മാർ തമ്മിൽ ആരംഭിച്ച വൈരാഗ്യം. ഇസ്മായിലിനെ പുറത്താക്കുമ്പോൾ അവനൊരു ടീനേജ് ബോയാണ്. 14 വയസ്സുണ്ട്. ഇസഹാക്ക് ജനിച്ചത് മൂലം അവൻ പുറത്താക്കപ്പെട്ടു. ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലേ? ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണ്. നമ്മൾ ഓർത്തു, നേരത്തെ വായിക്കുകയുണ്ടായി. ആ പ്രദേശം അബ്രഹാമിനും അവന്റെ സന്തതിയായ ഇസഹാക്കിനും അവന്റെ സന്തതി യാക്കോബിനും അവരുടെ മക്കൾക്കും കൊടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി വനത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതെ അതെ. എന്നാൽ ഇവർ, ഈ ഇസ്മായിലിന്റെ മക്കള്, നമ്മൾ ഓർത്തതുപോലെ പുരാതനമായൊരു വൈരാഗ്യം. ആ വൈരാഗ്യമാണ് പലപ്പോഴും യുദ്ധങ്ങളായി പൊട്ടിപ്പുറപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇന്നും ഈ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ബഹിർസ്ഫുരണത്തിന്റെ ഏറ്റവും ആഴമായ കാരണമെന്ന് പറയുന്നത് ഈ നിത്യവൈരാഗ്യമാണല്ലേ? ബൈബിൾ അതാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. നിങ്ങൾ ഇനി ഒരു പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കി അവർക്ക് കൊടുത്താലും ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല.
ഇത് പുരാതനമായ ഒരു വൈരാഗ്യത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇസ്രായേൽ വീണ്ടും രാഷ്ട്രമായി മടങ്ങി വന്നു. അത് ദൈവം കൊണ്ടുവന്നപ്പോൾ വീണ്ടും ആ പുരാതന വൈരാഗ്യം തട്ടി ആടി കത്തി. ആ തീക്ക് അവരുടെ എണ്ണയുടെ പണം കൂടുതൽ വാസ്തവത്തിൽ ജ്വലിപ്പിക്കുവാൻ ഇടയാക്കി മാറി. അത് ആധുനിക ലോകത്തിൽ ഏതാണ്ട് 5 യുദ്ധങ്ങളായി പരിണമിച്ചു. ഇനിയും വേദപുസ്തകം പറയുന്നു ഭീകരമായ ഒരു ന്യൂക്ലിയർ യുദ്ധം, ഭയങ്കരമായ ഒരു യുദ്ധത്തിലേക്ക് ഈ വൈരാഗ്യം എത്തിക്കും എന്ന് തിരുവചനം പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞു അതിന്റെ ഏറ്റവും അന്ത്യാകൃത്യമായ കാലത്തിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഈ എസെക്കിയേൽ 25:15 നോക്കി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വദോഷത്തോട് നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടുകൂടെ പകരം വീട്ടിയിരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇവിടെ പൂർവ്വവൈരാഗ്യം, അതിന്റെ 14 വാക്യം വീണ്ടും നോക്കിയാട്ടെ. 14 വാക്യം, ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. കണ്ടോ, ഇവിടെയൊക്കെ വീണ്ടും പൂർവ്വവൈരാഗ്യം, ഏദോമിനോടുള്ള വൈരാഗ്യം നോക്കുക, എടുത്തെടുത്ത് വചനത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ആധുനിക പ്രശ്നമാണ് വാസ്തവത്തിൽ ഏദോമ്യരെ കുറിച്ചുള്ള പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന പ്രവചനം. ഒരുപാട് പ്രവചനം അതോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിലുണ്ട്. നമ്മളൊരു വളരെ ദീർഘമായ പഠനത്തിന് ഉതകുവാൻ ഇടയാക്കി തീർക്കുന്ന ഒരു ദീർഘ പഠനമാണ് ഏദോമ്യരെ കുറിച്ചുള്ള പഠനം എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ പ്രശ്നം വളരെ രൂക്ഷമാണ്. അതിരൂക്ഷമാകുമ്പോൾ ഈ പലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ പലസ്തീനുകളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളും? അതായത് ഇന്ന് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പാലസ്തീൻ പ്രശ്നമാണ് പ്രശ്നം. ഈ പാലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ യഹൂദനെ തകർക്കുവാൻ അടുത്തു വരുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ലോകരാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നെന്ന് പറയുന്നത്? യെശയ്യാവ് 61 എടുത്താട്ടെ. എന്താണ് അതിന്റെ പ്രശ്നം? ഇത് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഓ, അത് ശരി. യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രവാചകൻ ആ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. 63 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. 6 വരെ വായിക്കണം, എന്നാൽ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുള്ള മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ. യെസ്, ഈ ബൊസ്ര എന്ന് പറയുന്നത് ഏദോമിലെ ഒരു പ്രധാന പട്ടണമാണ്. അത് ശരി, അത് വചനത്തിൽ നിന്ന് തെളിയിച്ചാണ്. എന്നാൽ ഏദോമ്യർ നമ്മൾ ഓർത്തു എന്താണ് ഈ ഏദോമിലുള്ള ബന്ധത്തിൽ? നീ 2-ാം വാക്യം, നിന്റെ ഉടുപ്പ് ചൂന്നിരിക്കുന്നത് എന്ത്, നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതിനെ പോലെ ഇരിക്കുന്നത് എന്ത്? അനേകർ തെറ്റിദ്ധരിച്ചു ഇത് ഗദസമരയുടെ അനുഭവമാണെന്ന് പറയുന്നുണ്ട്. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള എന്തോ പ്രവചനമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് വളരെ തെറ്റാണ്. ക്രൂശ് മരണമല്ല ഇവിടെ പറയുന്നത്. ഇവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയെന്ന് പറയുമ്പോൾ അത് ക്രൂശിൽ ചവിട്ടിയെന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ ഇവൻ ഏദോമിൽ വന്ന് അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല, എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അതിന് 4-ാം വാക്യം, ഞാനൊരു പ്രതികാര ദിവസം എന്റെ വിമുക്തന്മാരുടെ സംവത്സരം. എന്റെ വിമുക്തന്മാരുടെ സംവത്സരം ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം. ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം എന്ന് പറഞ്ഞാൽ എന്റെ വീണ്ടെടുപ്പുകാരുടെ ദിവസം വന്നു. യേശുക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് വരികയാണ്. യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു സഹോദരൻ ദരിദ്രനായി തന്നെത്താൻ വിൽക്കുവാൻ തുടങ്ങിയാണ്. അവൻ ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ്. വസ്തുക്കൾ വിറ്റു അവൻ തന്നെത്താൻ വിൽക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവനെ വീണ്ടെടുക്കുന്നത് അവന്റെ അടുത്ത ബന്ധുവാണ്. ഇതാണ് ഇവിടെ എന്റെ വിമുക്തന്മാരുടെ സംവത്സരം, വിടുവിപ്പാനുള്ള കാലഘട്ടം. അവന്റെ സഹോദരന്മാരെ ലോകരാഷ്ട്രങ്ങൾ വന്ന് ഞെരുക്കുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് തനിയെ അവർക്ക് വിടുതൽ കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ വായിക്കുന്നത്. ഇസ്രായേലിന് അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുകയും അവരുടെ അകൃത്യങ്ങളെയും ശിക്ഷിച്ച് അവരെ സാറിന് മുൻപ് പറഞ്ഞതുപോലെ യെരൂശലേമിൽ കൊണ്ടുവന്ന് ഉരുക്കി അവർക്ക് മാനസാന്തരം നൽകി അവരെ വിടുവിക്കുന്ന പ്രവചന സൂക്തങ്ങളാണിതല്ല, അല്ലേ? യെസ്. എന്നാല് ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് ആധുനിക ലോകത്തുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 2 പ്രവാചകന്മാർ ഒരുപോലെ ആ വാക്കുകൾ പറഞ്ഞു. ഞാൻ ആ ഭാഗമിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഏദോമ്യര് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആധുനിക പലസ്തീൻ പ്രശ്നമാണ്. നമുക്ക് 2 പ്രവചന ഭാഗം ഒരുപോലെ എടുത്ത് വായിക്കാം. ഒന്ന് ഒബദ്യാവിന്റെ പ്രവചനമാണ്. ഈ ഒബദ്യ പ്രവചനവും ജെരമ്യ പ്രവചനവും കൂടെ നമ്മൾ ചേർത്തൊന്ന് വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഒബദ്യ പ്രവചനം നോക്കാം. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒബദ്യാവിന്റെ ദർശനം, യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഏദോം ആരാണെന്ന് നമ്മൾ നോട്ടി. ഇനിയും വായിച്ചാട്ടെ. നാം യഹോവയെങ്കിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നു, ജാതികളുടെ ഇടയിൽ ഒരു ദൂതനെ അയച്ചിരിക്കുന്നു, എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക.
an ambassador is sent among the nations എന്ന. ഓഹോ, അത് ശരി. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അയച്ച് അവരോട് പറയുക, എഴുന്നേൽക്കുക, നമുക്ക് ഇവരോട് യുദ്ധത്തിന് പോകാം. ആരോടാ? ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാം. മറ്റൊരു വാക്യം വായിച്ചേ, യെരമ്യാ പ്രവചനം 49. നോക്കുക, ഈ പ്രവാചകനും അത് കേട്ടു. ഈ രണ്ട് പ്രവചനങ്ങൾ, ഈ പ്രവചനം സാധാരണ പ്രവചിക്കുന്ന പോലല്ല. ഇതാരെ കുറിച്ചാണെന്ന് നോക്കാം. ആദ്യം 7-ാം വാക്യം നോക്കിയാട്ടെ, 49-ന്റെ 7-ാം വാക്യം. ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട് അത് പറഞ്ഞു വരുമ്പോൾ ഇനി 14-ാം വാക്യം നോക്കിയാട്ടെ, 14-ാമത്തെ വാക്യം. നിങ്ങൾ ഒരുമിച്ചു കൂടി അവന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവെങ്കിൽ നിന്ന് കേട്ടു. ഇത് ഈ രണ്ട് പ്രവാചകന്മാരും പറയുന്നത് യഹോവയിൽ നിന്നൊരു കാര്യം കേൾക്കുകയാണ്. ഒരു വാർത്ത കേട്ടു എന്നാ ഒരു പറഞ്ഞത്. വാർത്ത കേൾക്കുന്നു. പല പ്രവാചകന്മാരും വാസ്തവത്തിൽ ഭാവിയെ കുറിച്ച് അങ്ങ് പ്രവചിക്കുകയാണ്. അതല്ല ഇവിടെ സംഭവിച്ചത്. ഈ സംഭവിച്ചത് സ്വർഗത്തിലെ ഒരു വർത്തമാനമാണ്. സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു വാർത്തയായിട്ട് ആ പ്രവാചകന്മാർ Yes, റിപ്പോർട്ട് ചെയ്യുക. അവിടെ ദൈവം സംസാരിക്കുന്നു. എന്താ വിഷയം? ഇതാ നോക്കുക, ഇവരുടെ മധ്യത്തിൽ നിന്നൊരു ദൂതൻ കടന്നുപോയി, ഒരു അംബാസഡർ പോയി, ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിനെ തിരിച്ചു. ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാമെന്ന് പറയുന്നത് രണ്ട് പ്രവാചകന്മാർ ഒരുപോലെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇത് വലിയൊരു സംഭവമാണ്. താൻ തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. തന്റെ ദൃഷ്ടി വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെ വെച്ചിട്ടുണ്ട്. അവരെ തൊടുന്നവർ തന്റെ കൺമണിയെ തൊടുന്നു എന്ന് ദൈവം പറയുകയും ദൈവത്തിന്റെ കരത്താൽ അവരെ മടക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ ആലോചന ലോകരാഷ്ട്രങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ഒരു വലിയ സഖ്യതയുണ്ടാക്കി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു മീഡിയ ഒരു മാനിപ്പുലേഷനാണ്. മാധ്യമങ്ങൾ വഴിയുള്ള ഒരു ആഗോള വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അതിശയമായിരിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ പലസ്തീൻ പ്രശ്നം ഇസ്രായേൽ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ഇതിന് പുറകിൽ പലസ്തീനികൾ തന്നെ അവരെ വെടിവെച്ചു കൊന്നത് ലോകം അറിയുന്നില്ലേ? UN അവർക്ക് സ്ഥലം ഭാഗിച്ചു കൊടുത്തത് അറിയുന്നില്ലേ? 1947 UN റെസൊല്യൂഷൻ 181 അനുസരിച്ച് പലസ്തീൻ ഒരു രാഷ്ട്രം നീട്ടിക്കൊടുത്തത് അവർ അറിയുന്നില്ലേ? യുദ്ധം അവസാനിച്ചിട്ടും ഇസ്രായേൽ അവർക്ക് വേണ്ടി ഇസ്രായേലും UN കൂടെ $150 മില്യൺ റേസ് ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചത് ലോകം അറിയുന്നില്ലേ? ഇങ്ങനെ ചെയ്ത നന്മകളൊന്നും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാധ്യമങ്ങളെ വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു, അവരെ മുതലെടുത്തുകൊണ്ട്. ഇതാണ് ദൈവം സ്വർഗത്തിൽ പറയുന്നത്. ആ സംസാരം പ്രവാചകന്മാർ തീരുമാനത്തിൽ രേഖപ്പെടുത്തി. ഇത് രണ്ടും നോക്കുക, ഏദോമിനെ കുറിച്ചുള്ള ഒരു വർത്തമാനമാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇവരോട് സഖ്യതയുള്ള ജനങ്ങളെന്ന് ആ ഒബദ്യാ പ്രവചനം 7-ാം വാക്യത്തിൽ നോക്കുക, അവരെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നു. നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു, നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, നിന്നെ ചതിക്കുകയാണ്. ഇതൊന്നും സത്യമല്ല. ഇതൊന്നും വാസ്തവത്തിൽ നീ കേൾക്കുന്നത് സത്യമല്ല. ഞാൻ ഇതുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ എടുത്തു തരാൻ എനിക്ക് വേറെ ഒരു സഖ്യത ഉണ്ടാക്കിയിരിക്കുന്നു. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന ആധുനിക സംഭവമാണ്. ബൈബിൾ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ഇതാ ചില വെബ്സൈറ്റുകൾ: www.icr.org, www.answersingenesis.org. ആശ്വാസകരവും ആധികാരികവുമായ വചന പഠനത്തിന് സന്ദർശിക്കുക www.apologeticscourses.com, freecourses.org, biblicalarchaeology.net, biblequery.org, biblequery.org, historycart.com, historycart.com. ഇരുളുയരും ഈടവഴി ഈടറി വീഴാതി മരുവിൽ, ഇരുളുയരും ഈടവഴി ഈടറി വീഴാതി മരുവിൽ, ഇടയനാമെന്നേശുണ്ട്, ഇടയനാമെന്നേശുണ്ട്, ഇരുപുറവും കാവലിനാ. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ, അതായത് ഡിവൈൻ വോയിസ് ഓഫ് ക്രൈസ്റ്റ് .org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറക്കാതെ ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.